വനിതാ കമ്മീഷൻ അധ്യക്ഷയിലേക്ക് ശ്രീമതി സതീദേവിയിലേക്ക്. കഴിഞ്ഞ ഒരു ചർച്ചയിലും WCCയിലെ വളരെ പ്രധാനപ്പെട്ട ശ്രീമതി ദീദി ദാമോദരൻ പറഞ്ഞത് സർക്കാരും അതുപോലെ തന്നെ വനിതാ കമ്മീഷനും വളരെ ചരിത്രപരമായിട്ടുള്ള വലിയ പിന്തുണയാണ് തങ്ങൾക്ക് ഇക്കാര്യത്തിൽ അന്നു മുതൽ ഇന്നുവരെ നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ വിഷയം വന്ന ഘട്ടത്തിൽ തന്നെ വനിതാ കമ്മീഷൻ അധ്യക്ഷ ആദ്യം തന്നെ ശക്തമായ പ്രതികരണങ്ങളും ഒക്കെയായി മുമ്പോട്ട് വന്നു. മാത്രവുമല്ല, നമ്മൾക്കറിയാം ഓരോ ഘട്ടത്തിലും ഈ നിലയിൽ ഈ സിനിമാ മേഖലയ്ക്ക് വരേണ്ട മാറ്റങ്ങളെക്കുറിച്ച്, തിരുത്തലുകളെക്കുറിച്ച് ഒരു നിലപാടോടെ വനിതാ കമ്മീഷനും ഒരു നിലപാടെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഹൈക്കോടതി ഇന്നിപ്പോൾ ഈ വിഷയത്തിൽ പൂർണ്ണ രൂപത്തിലുള്ള റിപ്പോർട്ട് ആവശ്യപ്പെടുകയും അത് ഹൈക്കോടതിയിലേക്ക് എത്തുകയും ചെയ്യുന്നൊരു സാഹചര്യമാണല്ലോ. അതിൽ വനിതാ കമ്മീഷനെയും കക്ഷി ചേർത്തിട്ടുണ്ട്. എന്നുവെച്ചാൽ ഹൈക്കോടതിയിൽ വനിതാ കമ്മീഷന് ഇതുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ, ഈ റിപ്പോർട്ടിൻ്റെ പ്രസക്തി, സിനിമാ മേഖലയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, തിരുത്തലുകൾ, നവീകരണം, ഇതേക്കുറിച്ചൊക്കെ വ്യക്തമായ നിലപാട് അവതരിപ്പിക്കാനുള്ളൊരു അവസരം വന്നു ചേരുന്നു എന്നുകൂടിയല്ലേ ശ്രീമതി സതീദേവി? മുമ്പാകെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പൊതു താൽപ്പര്യ ഹർജി വന്നപ്പോൾ ആ പൊതു താൽപ്പര്യ ഹർജി ഫയലിൽ സ്വീകരിച്ചുകൊണ്ട് ഒരു ഇൻ്ററിം ഓർഡർ ഹൈക്കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഹൈക്കോടതി തന്നെ സ്വമേധയാ വനിതാ കമ്മീഷനെ കക്ഷി ചേർത്തിട്ടുമുണ്ട്. അപ്പോൾ ഹൈക്കോടതി മുമ്പാകെ ഹൈക്കോടതിയുടെ പരിഗണനക്കും തീരുമാനത്തിനും വിധേയമായിക്കൊണ്ട് നിലനിൽക്കുന്ന ഒരു റിട്ട് ഹർജിയിൽ മൂന്നാം റെസ്പോണ്ടൻ്റായിട്ട് കക്ഷി ചേർക്കപ്പെട്ടിട്ടുള്ള നിലയിൽ വനിതാ കമ്മീഷൻ നിലവിലുള്ള ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പറയാൻ നിയമപരമായിട്ട് തന്നെ അവകാശമില്ല. മാറ്റർ ഈസ് സബ് ജുഡീസ് എന്നുള്ളതാണ്. ഈ ഇൻ്ററിം ഓർഡറിൽ ഹർജി ഫയൽ സ്വീകരിച്ചുകൊണ്ടുള്ള ഇൻ്ററിം ഓർഡറിൽ കോടതി തന്നെ പറഞ്ഞിട്ടുള്ളത്, ഇഫ് എനി കോഗ്നീസബിൾ ഒഫൻസസ് ആർ ഡിസ്ക്ലോസ്ഡ് ടു ദ കമ്മിറ്റി വെദർ ക്രിമിനൽ ആക്ഷൻ ഈസ് നെസസറി ഓർ നോട്ട് വിൽ ഹാവ് ടു ബി ഡിസൈഡഡ് ബൈ ദിസ് കോർട്ട് എന്നാണ്. കോടതി തന്നെ പൂർണ്ണമായിട്ടുള്ള സീൽ ചെയ്ത കവറിൽ സമർപ്പിക്കുന്ന റിപ്പോർട്ട് പരിശോധിച്ചുകൊണ്ട് എനി കൊഗ്നീസബിൾ ഒഫൻസസ് ആർ ഡിസ്ക്ലോസ്ഡ് ടു ദ കമ്മിറ്റി മുമ്പാകെ ഏതെങ്കിലും തരത്തിലുള്ള ഒഫൻസസ് നടന്നു എന്നത് സംബന്ധിച്ച് വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തുടർന്ന് എനി ക്രിമിനൽ ആക്ഷൻ ഈസ് നെസസറി, വെദർ എനി ക്രിമിനൽ ആക്ഷൻ ഈസ് നെസസറി ഓർ നോട്ട്, എന്തെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ ആക്ഷൻ ആവശ്യമാണോ അല്ലയോ എന്നുള്ള കാര്യം ഈ കോടതി തന്നെ തീരുമാനിക്കും എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും കോടതി തന്നെയാണ് ഇത് തീരുമാനിക്കേണ്ടുന്നത്. ഫർദർ ആക്ഷൻ എന്ത് വേണം? റിപ്പോർട്ട് വിവരാവകാശ കമ്മീഷന്റെ തീരുമാനപ്രകാരം ഇപ്പോൾ അവർ നിർദ്ദേശിച്ചിട്ടുള്ള ഭാഗങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. തീർച്ചയായും ഇപ്പോൾ പൊതുതാൽപര്യ ഹർജിയുടെ ഭാഗമായിട്ട് ഒന്നുകൂടെ ഈ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്, how to protect these victims of sexual exploitation and what action can be taken against the perpetrators of the crime is something that this court required to address. കോടതി അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ അതിജീവിതകൾക്ക് സുരക്ഷിതത്വം ഏർപ്പെടുത്തി കൊടുക്കാനും അവരുടെ താല്പര്യങ്ങൾ പരിരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള നിലയിൽ പെർപെട്രേറ്റേഴ്സിനെതിരായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ആക്ഷൻ എടുക്കണമോ എന്നുള്ള കാര്യം കൂടി ഹൈക്കോടതി തന്നെ തീരുമാനിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് നല്ല നീതി ലഭ്യമാവുന്ന രൂപത്തിലുള്ള ഒരു ഉത്തരവ് ഈ റിപ്പോർട്ട്, സമ്പൂർണ്ണമായിട്ടുള്ള റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷം വരും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി മുമ്പാകെ വിമൻ ഇൻ സിനിമ കലക്റ്റീവ് എന്ന സംഘടന ഫയൽ ചെയ്തിട്ടുള്ള റിട്ട് ഹർജിയിൽ സ്വമേധയാ കക്ഷി ചേർന്നുകൊണ്ടാണ് സിനിമാ മേഖലയിലുള്ള പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് വനിതാ കമ്മീഷൻ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്. സിനിമാ മേഖലയിൽ മാത്രമല്ല, ഏതൊരു തൊഴിൽ മേഖലയിലും സ്ത്രീകൾക്ക് ആവശ്യമായിട്ടുള്ള പരിരക്ഷ ഉറപ്പുവരുത്താനുള്ള നിയമം രാജ്യത്തുണ്ട്. 2013 പാസ്സായിട്ടുള്ള പോഷ് ആക്ട് അനുശാസിക്കുന്ന പരാതി പരിഹാര സംവിധാനം ഈ കേരളത്തിൽ നിലവിൽ വന്നിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിൻ്റെ ഭാഗമായിട്ടാണ്. വനിതാ കമ്മീഷൻ ആ കാര്യത്തിൽ നല്ല ഇടപെടൽ നടത്തിയിട്ടുണ്ട്. തീർച്ചയായും ഈ മേഖലയിലുള്ള സ്ത്രീകൾക്ക് അന്തസ്സോടെ ആത്മാഭിമാനത്തോടെ ജോലി ചെയ്യാനാവുന്ന ഒരു സാഹചര്യം ഉറപ്പുവരുത്താനും ഒരു സ്ത്രീ സൗഹൃദ അന്തരീക്ഷം മലയാള സിനിമാ രംഗത്ത് സ്ഥാപിച്ചെടുക്കാനും ഇതിൻ്റെ ഭാഗമായിട്ട് കഴിയും എന്നുള്ള ശുഭപ്രതീക്ഷയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്.